എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതേപോലെ തെമ്പനയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്. പൂരി മസാലയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് കറി, ബാജി, പൂരി മസാല എന്നൊക്കെ ഇതിന് പറയാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. പൂരിക്ക് ഇതാ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുഴയ്ക്കുന്ന വീഡിയോ ഒന്നും കാണിക്കാണ്ടാണ്. പൂരിക്കും ചപ്പാത്തിക്കും ഒന്നും കുഴയ്ക്കുന്ന സമയത്ത് ഇവിടെ ചുടുവെള്ളമൊന്നും ചേർക്കാറില്ല, അതേപോലെ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കാറില്ല. അതിനകത്തേക്ക് സാധാരണ പച്ചവെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കാറുള്ളത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം തൊലിയൊന്നും കളയാതെ തന്നെ ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. കുറച്ചൊന്ന് ചൂട് പോയ ശേഷം നമുക്കത് തൊലി കളഞ്ഞു വെക്കാം. എന്നിട്ടൊരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിൽ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്ന ശേഷം അതിനകത്തേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇതാണ് പൊട്ടുകടല. ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. പൊട്ടുകടല, പൊരികടല എന്നൊക്കെ പറയും. അതിട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇടാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് നുറുക്കി വെച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിൽ പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ, വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്ക് എത്ര എരിവ് ആവശ്യമുണ്ടോ അത്രയും പച്ചമുളക് ചേർക്കണം. പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. വലിയുള്ളി ഇവിടെ ഒരു 4 വലിയുള്ളിയാണ് എടുത്തത്. വളരെ വലുപ്പമുള്ള വലിയുള്ളി ഒന്നല്ല, ചെറുതായിരുന്നു. അപ്പോൾ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇവിടെ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഉള്ളിയിൽ അധികം ഉപ്പിട്ടിട്ടില്ല. നമ്മൾ നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി. എന്നിട്ട് അതിനുശേഷം നമ്മൾ അവിടെ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ ഉടയ്ക്കാണ്ട് വെക്കാം. അത് ഇങ്ങനെ കടിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അതങ്ങനെ വെക്കാം. ബാക്കിയുള്ളത് മൊത്തം നമുക്ക് അങ്ങോട്ട് ഉടച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അതേപോലെ തന്നെയാണ് ചെയ്തത്. കുറേ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഉടച്ചു കളഞ്ഞു. പിന്നെ കുറച്ച് കഷ്ണങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനകത്തേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. പൊതുവേ പൂരിയുടെ കൂടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അധികം വെള്ളം പോലെ ഉണ്ടാക്കില്ലേ, കുറച്ചൊരു കട്ടിയോട് കൂടെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ചിലർക്കാണെങ്കിൽ അത് കട്ടിയായിട്ട് അങ്ങനെ ഇഷ്ടാവില്ല, കുറച്ച് വെള്ളമായിട്ടായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്കും വെള്ളം ഒഴിക്കാം. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു കറി പൂരിക്ക് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുത്ത ശേഷം അതിനകത്തേക്ക് കുറച്ചുകൂടെ കറിവേപ്പില അതേപോലെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയിലയുടെ സ്വാദ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മല്ലിയില ചേർക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഓരോരുത്തരും ഈ ഒരു ഉരുളക്കിഴങ്ങ് കറി ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഉണ്ടാക്കുന്ന പോലെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പൂരിക്കുള്ള മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. പൂരിക്ക് കുഴച്ചൊക്കെ വെച്ച് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അത് തുറന്നെടുത്ത് കുറച്ച് ഉരുളകളും ആക്കി വെച്ചിട്ടുണ്ട്. പൂരിക്ക് പരത്താൻ പോകുന്നത് ഇതിനകത്താണ്. എപ്പോഴും ഇതിലല്ല ഉണ്ടാക്കിയെടുക്കാറുള്ളത്. സാധാരണ നമ്മൾ ചപ്പാത്തി പലകയ്ക്ക് മുകളിൽ വെച്ചിട്ടാണ് പൂരി പരത്തിയെടുക്കാറുള്ളത്. ചില സമയത്ത് ഇതിനകത്തും പൂരി പരത്തിയെടുക്കാറുണ്ട്. ചപ്പാത്തി പരത്താൻ എളുപ്പപ്പണിയെന്നും പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ നേരെ കിട്ടാറില്ല. പൂരിക്കും അതേപോലെ ചെറിയ പത്തിരിക്കും ഇതിനകത്ത് സുഖമാണ്. പൂരിക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും പ്രസ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് അതിന്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് വെക്കും, എന്നിട്ടാണ് പ്രസ് ചെയ്തെടുക്കാറുള്ളത്. ഇത് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അതിൽ ചപ്പാത്തി നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടോ? അതോ എനിക്ക് മാത്രമാണോ ഈ ഒരു പ്രശ്നമുള്ളത്? നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മറുപടി തരണേ. ഇത് ഉപയോഗിക്കുന്നുണ്ടോയെന്നും എങ്ങനെയാണ് ചപ്പാത്തിയൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതും അതിൻ്റെ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് മറുപടി തരണേ. എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തും പൂരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തും ഇതിനകത്ത് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അത് രണ്ടും നന്നായിട്ട് തന്നെ കിട്ടാറുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.